ചർച്ചയിൽ നമ്മോടൊപ്പം ശ്രീ PC ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ PC ജോർജ്, നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്നയെ അതിർത്തി കടത്താൻ സഹായിച്ചത് MR അജിത് കുമാറാണ് എന്നുള്ള വെളിപ്പെടുത്തൽ ജനം ഡിബേറ്റിലൂടെ സരിത്തും സ്വപ്നയും വ്യക്തമാക്കിയിരിക്കുകയാണ്. ജീവന് ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ളതും പറയുന്നുണ്ട്. താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ് ഈ വിഷയത്തിൽ? അദ്ദേഹത്തിലേക്ക് എത്താം. ടെലിഫോൺ ലൈനിൽ ചില സാങ്കേതിക തകരാറുകളുണ്ട് എന്ന് കരുതുന്നു. ശ്രീ PC കേൾക്കാൻ കഴിയുന്നുണ്ടോ? ശ്രീ PC, നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലെ സ്വപ്നയെ അതിർത്തി കടത്താൻ സഹായിച്ചത് ശിവശങ്കർ മുഖേന ADGP MR അജിത് കുമാർ ആണ് എന്നുള്ള വെളിപ്പെടുത്തലാണ് ജനം ഡിബേറ്റിൽ സ്വപ്നയും സരിത്തും നൽകിയിരിക്കുന്നത്. ജീവൻ തിരികെ കിട്ടിയത് ഭാഗ്യം എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. കാരണം ഒരു ഭാഗത്ത് സരിത്തിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുപോയി മുഖ്യമന്ത്രിയുടെയും മകളുടെയും പേര് പറയരുത് എന്നുള്ള സമ്മർദ്ദം ചെലുത്തുന്ന അതേ മണിക്കൂറിലാണ് സ്വപ്നയെ നാടുകടത്തുന്നത്. കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്കും തുടർന്ന് മഹാരാഷ്ട്ര വഴി നാഗാലാൻഡിലേക്കും കടത്തുകയായിരുന്നു ലക്ഷ്യം. എന്തായാലും പരിപൂർണമായ തെളിവുകളൊക്കെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയായിരുന്നു അവർക്ക്. വലിയ രീതിയിലുള്ള വധഭീഷണിയും ഉണ്ടായിരുന്നു എന്നാണ് ഇരുവരും നമ്മോട് വ്യക്തമാക്കിയത്. താങ്കൾ എങ്ങനെ കാണുന്നു? ഇത് ആദ്യമേലുള്ള ഒരു സംഭവമാണ്. കാരണം ഈ ശരത്തും സ്വപ്ന സുരേഷും ഗോസനായിട്ട് ജോലി ചെയ്യുമ്പോൾ വളരെ വ്യക്തമാണല്ലോ. ഈ ആദ്യം ഇത് സ്റ്റാർട്ടിങ് വെച്ച പിണറായി വിജയൻ നേരെ ആദ്യം UAE പോവുക. അദ്ദേഹം പോയി കഴിഞ്ഞ പുറകെ 2 ബാഗേജ് പോകാറുണ്ടെന്ന് അങ്ങോട്ട് വിട്ടു. ആ ബാഗേജ് നമ്മുടെ ശരത്ത് സ്കാൻ ചെയ്തപ്പോൾ അത് മുഴുവൻ ഡോളറായിരുന്നു. അത് പുറത്ത് അത് ഞാൻ അന്ന് പത്രസമ്മേളനം നടത്തിയിട്ടുള്ള ഞാൻ ഓർക്കുകയാണ്, ഓർമ്മയെന്ന് പറയുക. അത് കഴിഞ്ഞ് പിണറായി വിജയന്റെ പുറകെ ഈ ഡോളർ പോയി കഴിഞ്ഞാൽ തിരികെ ഇങ്ങോട്ട് ഇതുപോലെ തന്നെ ബാഗേജ് നയന്ത്ര പാർസൽ വരിക. അത് സ്കാൻ ചെയ്തത് മുഴുവൻ സ്വർണ്ണമാണ്. അങ്ങനെ സ്വപ്ന സുരേഷ് പറഞ്ഞനുസരിച്ച് അതിന്റെ ഓർമ്മയനുസരിച്ച് 22 പ്രാവശ്യം ഇതുപോലെ സ്വർണം വന്നിട്ടുണ്ട്. അന്ന് പിണറായി വിജയന് കാശ് സാമ്പത്തികമായി സ്വർണ്ണ കള്ളക്കടത്ത് നടത്തേണ്ടി കേട്ടിരുന്നു. അങ്ങനെയാണ് പണം ഉണ്ടാക്കിയത്. എന്നിട്ട് ഈ ശിവശങ്കറും ഭയങ്കര അവൻ ഈ സ്വപ്ന ഒരു സംശയമില്ല പറയാം, സ്വപ്ന ഒരു മാന്യയായ സ്ത്രീയാ. അവനെ അങ്ങനെ ആരും ഈ ആളുകൾക്ക് വഴങ്ങുന്നവനുമല്ല, ആ സ്ത്രീയുമല്ല. എനിക്ക് നല്ല പരിചയമാണ്. ആ സ്ത്രീയെ ഈ ശിവശങ്കറിനെ എങ്ങനെയോ ചാക്കിട്ടു. ശിവശങ്കറിന് ഒരു മകളോട് പെരുമാറിയ പോലെ ആ വാത്സല്യം കൊടുത്തപ്പം ഈ പാവം ബോധം കെട്ട് വീണുപോയി. അങ്ങനെ ശിവശങ്കറിന്റെ അടിമയായിട്ട് അപ്പച്ചു മാറിയായിരുന്നു. ഇത് കഴിഞ്ഞ് ഇവിടെ കൊല്ലുകയായിരുന്നു തീരുമാനിച്ചു. 2 കൊല്ലുകയല്ലാതെ തെളിവില്ലാതെ 2 പേരും. ഈ 2 പേരെ കൊന്നാൽ അത് തീരുമല്ലോ എന്ന് വിചാരിച്ചാണ് ഈ സ്വപ്നയെ നേരെ ബാംഗ്ലൂർക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു ഇവിടുന്ന് തിരുവനന്തപുരത്ത് വണ്ടി കയറ്റത്. കാറ് വിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കുക ശിവശങ്കറെ. ആ വിളിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് എറണാകുളത്തുനിന്ന് ഈ ബാംഗ്ലൂർ മാറി വേറെ സ്ഥലത്തേക്ക് എന്ന് മനസ്സിലായപ്പം സത്യത്തിൽ വനമേഖല കൊണ്ടുപോയിട്ട് കൊല്ലുക എന്നാണ് ശ്രമം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വപ്ന നേരെ അക്ഷരമിട്ടാൽ നേരെ ബാംഗ്ലൂർ വിട്ടങ്ങ് പോയി. ഇവർക്ക് വൃത്തം കിട്ടിയില്ല. അങ്ങനെ സ്വപ്ന ജീവിച്ചിരിക്കും. ഇപ്പോഴും സ്വപ്നയുടെ ജീവൻ വളരെ അപകടകരമായ നിലയിലാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളായ എനിക്കറിയാതെ എന്നോട് ചെയ്തത് ഞാനായിട്ടല്ലേ പിടിച്ചിരുന്നത്. അതുപോലെ സ്വപ്ന ഒരു പാവൻ സ്ത്രീയാണ്. അവരെ ഇപ്പൊ ശരത്ത് അവരും കൂടെ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നത് എനിക്കറിയാം. അവരെ മാന്യമായി ജീവിക്കട്ടെ, അവരെ ജീവിക്കാൻ വിടാനാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ശ്രീ PC, അന്നു മുതൽക്കേ MR അജിത് കുമാറിന്റെ ഇടപെടലുണ്ട് മുഖ്യമന്ത്രിയെ സഹായിക്കുന്നതിന് വേണ്ടി. കേട്ടോളൂ, അന്ന് ഈ അജിത്ത് മറന്നു റാസ്കലാണ്, പോലീസ് ഓഫീസറല്ലെന്ന്. റാസ്കൽ അവൻ എത്ര കൊലപാതകം നടത്തിയിട്ടുണ്ട്. ചുമ്മാ മനുഷ്യനെ പോലെ ചെറുപ്പക്കാരനെ പിടിച്ചോണ്ട് പോയിട്ട് അവനെ പരമായിട്ട് അപ്പൊ നമ്മളെ MLA പറഞ്ഞല്ലോ, ഇനി ഞാൻ പറയണ്ടല്ലോ, MDMA പ്ലാസ്റ്റിക് കൊണ്ട് നടത്തിട്ട് അവനെ വിഴുങ്ങിച്ചത്. ആ അത് വയറ്റിൽ കിടന്ന് പൊട്ടി മരിച്ചുപോയി. അടിച്ചു കൊന്നുമില്ല പാവത്തെ. എന്തൊരു ഇടിയിരിക്കാൻ. ഇവനൊരു റാസ്കലാണ്, ക്രൂവലാണ്. അവനൊരു റാസ്കൽ എന്ന് ഇവനൊരു ക്രിമിനൽ. ആ ക്രിമിനലിനെ പിടിച്ച് ADGP വെച്ചിരിക്കുന്ന മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി അതിലും ക്രിമിനല. ആ കൊലക്കേസിൽ പ്രതിയല്ലായിരുന്നു പിണറായി വിജയൻ. അത് കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള കൊലപാതകയായിട്ടുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോ മറ്റൊരു കൊലപാതക ADGP ക്രമസമാധാനം നോക്കുന്ന പോലെ എങ്ങനെയൊക്കെ ക്രമസമാധാനം? അപമാനകരം. നമ്മുടെ രാജ്യത്തിന്റെ ഗതികേട്. ഇതൊക്കെ ആരോട് പറയാണ്? അതിന് ചേർന്ന കോൺഗ്രസ് ഇവിടെ വന്ന കാര്യമുണ്ടോ? ഇവിടെ ഇനി ഏക മാർഗം മോദിജിയെ കാലെ പിടിച്ച് നേടുക എന്നുള്ളത് മാത്രമാണ്. ഇവിടെ കടങ്കരം മുടിഞ്ഞു.
നമുക്ക് എല്ലാ സാധനത്തിനും വില വർധനമായല്ലോ. ഏത്തക്ക കിട്ടുന്ന കിലോയ്ക്ക് 70 രൂപയായി. എവിടെ പോയി നിൽക്കുന്നത്? നമ്മുടെ തിരുവോണം വന്ന് വരിക, ഓണം എങ്ങനെ പോകും? ഏതായാലും ശമ്പളം കൊടുക്കാനില്ല, മുടിഞ്ഞ് മുട്ടുകാലി അടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഏക മാർഗം കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ കാല് പിടിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇത്തവണ കാല് പിടിച്ചിരുന്ന 4000 കോടി കടമെടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ബാക്കി അതുകൊണ്ട് ആയിട്ടില്ല, ബാക്കി ഉടനെ വരാൻ പോവുക. ഇത് എവിടെ പോയി നിൽക്കുന്നു എനിക്കറിയത്തില്ല. അതെ, വളരെ നന്ദി ശ്രീ PC ജോർജ് ടെലിഫോൺ ലൈനിൽ ഞങ്ങളോടൊപ്പം ചർച്ചയിൽ ചേർന്നതിന്.